ഇവർ മനസ്സിൽ കാണുന്നത് മമതാ ബാനർജി മാവുമ്മക്കാണ്. അതാണ് അവരുടെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് ഈ അഭ്യാസം വിജയിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയ്ക്ക് വേറൊരു അപകടം കൂടി മമതാ ബാനർജിയെ തുറച്ചു നോക്കിയിരുന്നു. അതായത് മുസ്ലിം സമുദായത്തിൽ ഇവർക്കുണ്ടായിരുന്ന സ്വാധീനം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സെക്കുലർ പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടി പേരിൽ മാത്രമേ സെക്കുലറായിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മുടെ നാട്ടിലെ PDP പോലെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടി മുസ്ലിങ്ങൾക്കിടയിൽ ശക്തി പ്രാപിക്കുന്നു എന്ന ഒരു പ്രചാരമുണ്ട്. അതുകൂടാതെ ഹുമയൂൺ കബീർ എന്നു പേരുള്ള ഒരു MLA, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. പുള്ളി മുർഷിദാബാദിൽ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കാൻ പോകുന്നു എന്ന് വാർത്തയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാമായിരുന്ന മുസ്ലിം വോട്ടുകളെ, ന്യൂനപക്ഷ വോട്ടുകളെ തടുത്തു കൂട്ടി തൻ്റെ പാളയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മമതാ ബാനർജി നടത്തിയ മധുരമനോഹരമായ ഒരു ഏകാംഗ നാടകമായിരുന്നു സുപ്രീം കോടതിയിൽ നടന്നത്.